പ്രിയപ്പെട്ടവരെ, അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വേളയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ നൽകി വരുന്ന ഒരു സ്വീകാര്യമായ നിലപാടുകളെ ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഈ ബ്ലോക്ക് ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും വികസന പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ. കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധിയായ പദ്ധതികൾ അത് നിർവഹിക്കുന്നതിൽ വളരെ പങ്കാളിത്തം വഹിക്കേണ്ട ഒരു ത്രിതല പഞ്ചായത്ത് ഘടകം കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. പ്രധാനമന്ത്രി ആവാസ് യോജനയും ജൽ ജീവൻ മിഷനും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, കുടുംബശ്രീ മിഷൻ അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. എന്നാൽ പലപ്പോഴും ഈ ബ്ലോക്ക് പഞ്ചായത്തുകളെ ഒരു കെടുകാര്യസ്ഥതയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന സമീപനമാണ് ഈ പഞ്ചായത്തിന്റെ ഭരണം കൈകാളി വന്നിട്ടുള്ള മുന്നണികൾ സ്വീകരിച്ചിട്ടുള്ളത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിനും 50 മാസക്കാലത്തെ പരിചയമുള്ള അല്ലെങ്കിൽ അത്രയും കാലത്തെ പ്രവർത്തന പാതയിലാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതി. നമുക്ക് ആ ഭരണസമിതിയെ സംബന്ധിച്ചും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആകെയുള്ള പ്രവർത്തനം സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നിരാശാജനകമായ ഒരു പ്രവർത്തനമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതായി നടന്നിട്ടുള്ളതെന്ന് പറയാൻ കഴിയും. ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മുടെ അഞ്ചൽ പഞ്ചായത്തിൽ തന്നെ പകൽ വീട്, വക്കമുക്കിലെ പകൽ വീട്, അതുപോലെ തന്നെ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള വനിതാ വിശ്രമ കേന്ദ്രം, ഇത്തരം സംരംഭങ്ങളെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണെങ്കിലും അത് ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാനോ അതിന്റെ പ്രവർത്തനം നേരാവണ്ണം നടത്താനോ ഈ ഭരണസമിതി കഴിയുന്നില്ല. മറ്റെടുത്ത് പറയത്തക്കവണ്ണം എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ്. ആ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്ക് വലിയ നിരാശയാണുള്ളത്. ഒരു കാലത്ത് വളരെ സജീവമായ സജ്ജീകരണങ്ങളോട് പ്രവർത്തിച്ചിരുന്ന അഞ്ചൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഇന്ന് ഒരു പ്രത്യേകതര അവസ്ഥയിലാണ്. അതിന്റെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ, അവിടുത്തെ ഭരണനിർവഹണത്തിന്റെ കാര്യത്തിലൊക്കെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത നമുക്ക് കാണാൻ കഴിയും. ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഭരണ ഘടകം എന്ന നിലയ്ക്ക് ആ കാര്യങ്ങൾ ശരിയായവണ്ണം നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേട് കൊണ്ട് വേണ്ടത്ര ഫലപ്രദമായി ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കുമ്പോൾ വളരെ ആവേശകരമായ ഒരു സ്വീകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. ഏതാണ്ട് എല്ലാ വാർഡുകളിലും ഇതിനോടകം ഞാൻ പ്രചരണത്തിന് എത്തിക്കഴിഞ്ഞു. ജനങ്ങളുമായി നേരിട്ട് അവരുമായി സംവദിക്കാനാണ് ആഗ്രഹിച്ചത്. അതിന് പരമാവധി സമയം പ്രയോജനപ്പെടുത്തി അതിന് ശ്രമിച്ചു വരികയാണ്. ജനങ്ങൾ വലിയ താല്പര്യത്തോടു കൂടി സ്ഥാനാർത്ഥി എന്ന നിലയിലും ഒരു മുന്നണിയുടെ പ്രവർത്തകൻ എന്ന രീതിയിലും സ്വീകരിക്കുകയും അവരുടെ അഭിപ്രായങ്ങളും ആശങ്കകളും പങ്കുവെക്കുകയും ചെയ്യുന്നു. തികച്ചും വിജയ പ്രതീക്ഷയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ പകുതിയിൽ കൂടുതൽ സമയം എത്തിയപ്പോൾ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പ്രവർത്തനത്തിലുള്ളത്. പകുതിയിലധികം ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വിജയ പ്രതീക്ഷയാണുള്ളത്. മുന്നണി എന്ന നിലയിൽ വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ദേശീയ ജനാധിപത്യ സഖ്യം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ കൺവെൻഷൻ പൂർത്തീകരിച്ചു, വാർഡ് തല കൺവെൻഷനുകൾ കഴിഞ്ഞു. ഇന്നു മുതൽ കുടുംബ യോഗങ്ങളിലേക്ക് മുന്നണി കടക്കുകയാണ്. അതുപോലെ പ്രചരണത്തിന്റെ കാര്യത്തിലും എല്ലാ പ്രദേശങ്ങളിലും സ്കൂളുകൾ രൂപീകരിച്ച പ്രവർത്തനം നടക്കുന്നു. തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയുണ്ട്. ഈ നാട്ടിലെ വോട്ടർമാരോട്, ജനാധിപത്യ വിശ്വാസികളോട്, പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര അടയാളത്തിൽ വോട്ട് നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.